ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കട്ട് വർക്ക് എംബ്രോയ്ഡറി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. എല്ലാ കാലത്തെയും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറിയാണ് കട്ട് വർക്ക് എംബ്രോയ്ഡറി, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഉഷ ജനോ മണ്ടസ്റ്റി സൂയിങ് മെഷീനിലാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഡിസൈൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ. സാധാരണ എംബ്രോയ്ഡറിക്ക് ഉപയോഗിക്കുന്ന സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ആവശ്യമുള്ളത് ഒരു സിസേഴ്സാണ്. ഇതുപോലെ നല്ല മൂർച്ചയുള്ള അറ്റം വളഞ്ഞ ഒരു കത്രിക. നിങ്ങളുടെ കയ്യിൽ അറ്റം വളഞ്ഞ കത്രിക ഇല്ലെങ്കിലും സാരമൊന്നുമില്ല, നല്ല മൂർച്ചയുള്ള ഒരു ചെറിയ കത്രിക എടുത്താലും മതി. നൂല് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിർബന്ധമായിട്ടും ബോബിനിലും സെയിം ത്രെഡ് തന്നെ ഉപയോഗിക്കണം കട്ട് വർക്ക് ചെയ്യുമ്പോൾ. ഇനി മെഷീനിൽ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പ്രഷർ ഫുട്ട് ഊരി വെച്ചിട്ടുണ്ട്. ഫീഡ് ഡോഗ് താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. ആദ്യം റണ്ണിങ് സ്റ്റിച്ചിൽ ഡിസൈൻ്റെ ഔട്ട്ലൈൻ മുഴുവനും നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റണ്ണിങ് സ്റ്റിച്ച് സെലക്റ്റഡ് ആയാലും എ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനതിൻ്റെ സെറ്റിങ്സിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. സാധാരണ പോലെ അങ്ങ് തയ്ച്ചു പോയാൽ മതി. ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രഷർ ഫുട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഫീഡ് ഡോഗ് നമ്മൾ താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് നമ്മൾ സ്വന്തമാണ് ക്രമീകരിക്കേണ്ടത്. പതുക്കെ എംബ്രോയ്ഡറി ഹൂപ്പ് നീക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ലെങ്ത് ക്രമീകരിച്ച് വേണം തയ്ച്ചു പോകാൻ. സ്റ്റിച്ചിൽ ഔട്ട്ലൈൻ ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം തയ്ക്കണം. ഇനി അടുത്തത് കട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ട് സെറ്റിങ്സ് നോക്കാം. ലെങ്ത് 0-നും 1-നും ഇടയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെലക്ട് ഡയലിൽ എ സെലക്ട് ചെയ്തു. എ സെലക്ട് ചെയ്യുമ്പോൾ സിക്സാക് സ്റ്റിച്ചാണ് കിട്ടുന്നത്. വിഡ്ത്ത് വളരെ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ വിഡ്ത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ടെൻഷൻ 2. ഒരു പ്രാവശ്യം വളരെ ചെറിയ പീസ് തുണി മാത്രമേ വെട്ടിമാറ്റാൻ പാടുള്ളൂ. ഞാൻ സിക്സാക് സ്റ്റിച്ച് സെലക്ട് ചെയ്തിട്ട് ചെറിയ വിഡ്ത്തിലാണ് ചെയ്യുന്നത്. ഇത് ക്രോസായിട്ട് തയ്ക്കുന്നതും എല്ലാം സിക്സാക് സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ മുകളിലൂടെ കവർ ചെയ്ത് തയ്ക്കുന്നതും സിക്സാക് സ്റ്റിച്ചിൽ തന്നെ. വേണമെങ്കിൽ ക്രോസായി തയ്ക്കുന്നത് റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്തിട്ട് പിന്നീട് സിക്സാക് സ്റ്റിച്ച് സെലക്ട് ചെയ്ത് കവർ ചെയ്ത് തയ്ക്കാം. പക്ഷെ നമ്മൾ കുറച്ച് ചെയ്ത് ശീലിച്ച് കഴിയുമ്പം ചെറിയ വിഡ്ത്തിൽ സിക്സാക് സ്റ്റിച്ച് സെലക്ട് ചെയ്ത് തയ്ക്കുന്നത് എളുപ്പമായിട്ട് മനസ്സിലാകും.
ലോക്കുകൾ സെക്യൂർ ചെയ്ത് തയ്ക്കാം. ഇങ്ങനെ സെക്യൂർ ചെയ്ത് തയ്ക്കാനും സിക്സാക്ക് സ്റ്റിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മെഷീൻ സെറ്റിങ്സ് ഒക്കെ ആദ്യം കാണിച്ചത് തന്നെ. ഇനി കട്ട് വർക്ക് ചെയ്യാനുള്ളത് കുറച്ച് വലിയൊരു സ്പേസാണ്. ഇവിടെ നമ്മൾ നെറ്റ് പോലെയാണ് കട്ട് വർക്ക് ചെയ്യുന്നത്. അടുത്ത ത്രെഡ് ഇത് ബോബിനിൽ അത് തന്നെയാണ് ചുറ്റിയിരിക്കുന്നത്. ലീഫും സ്റ്റെമ്മും ഈ ഗ്രീൻ ത്രെഡ് ഉപയോഗിച്ച് തയ്ക്കാം. എടുത്തത് ത്രെഡ് ഇതാണ്, ബോബിനിലെ സെയിം ത്രെഡ്.
ഇപ്പോൾ കട്ട് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകാം. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.